രോഹിതേട്ടാ, ഇടതുപക്ഷം പറയുന്നു കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും എന്താണ് രണ്ട് നീതിയാണോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് സണ്ണി ജോസഫ്, നമ്മുടെ KPCC അധ്യക്ഷനായിരിക്കുന്ന MLA ആയിരിക്കുന്ന മന്ത്രിയായിരിക്കുന്ന സണ്ണി ജോസഫ് സ്വന്തം അളിയനെ, പെങ്ങളുടെ ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി നിയമിച്ചിരിക്കുന്നു. ഇത് പിണറായിയുടെ കാലത്ത് ഏതെങ്കിലും മന്ത്രിമാർ ചെയ്തിരുന്നെങ്കിൽ, MLA മാർ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ പിണറായി തന്നെ ചെയ്തപ്പോൾ ഇത് വലിയ തെറ്റായി ചൂണ്ടിക്കാട്ടിയ കോൺഗ്രസ്സുകാർക്ക് ഇതിപ്പോ തെറ്റല്ലേ എന്നാണ് ഇടതുപക്ഷ സൈബർ ഇടങ്ങൾ ചോദിക്കുന്നത്. തെറ്റാണോ? ഇടതുപക്ഷ സൈബർ ഇടങ്ങൾക്കല്ല, അതിനേക്കാൾ കൂടുതൽ പ്രശ്നം ഇവിടുത്തെ മാധ്യമങ്ങൾക്കാണ്. UDFന്റെ ഒരു മന്ത്രി, അതും KPCC അധ്യക്ഷനായിട്ടുള്ള കണ്ണൂരിൽ നിന്നുള്ള സണ്ണി ജോസഫ് തൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊന്ന് സ്വന്തം അളിയനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ വാർത്ത. സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ സ്വന്തം അളിയനും. അപ്പം ഏതാണ്ട് ബന്ധുത്വ നിയമനം എന്നൊക്കെയാണ് പറയുന്നത്. ഈ അളിയൻ്റെ പേര് ബെന്നി തോമസ് എന്നാണ്. ഈ ബെന്നി തോമസ് ആരാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ അബ്ദുൾ റഷീദ് ഉണ്ടല്ലോ, VP അബ്ദുൾ റഷീദിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അത് വായിക്കാം. ആരാണ് ബെന്നി തോമസ്? കണ്ണൂരിലെ ഏറ്റവും കരുത്തനായ കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ്, സേവാദളിൻ്റെ ചെയർമാൻ, DCC ജനറൽ സെക്രട്ടറി, 2 തവണ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ആദ്യ തവണ 576 വോട്ടിനും 2ാം തവണ 1004 വോട്ടിനും വാർഡ് മെമ്പറായി ജനം ജയിപ്പിച്ച കണ്ണൂരിലെ ഏറ്റവും ജനകീയനായ സംഘാടകനായ നേതാവ്, വിളിച്ചാൽ വിളിപ്പുറത്ത് 100 കണക്കിന് ആളുകളെ സംഘടിപ്പിക്കാൻ കഴിവുള്ള നേതാവ്, കണ്ണൂരിലെ മലയോര കുടിയേറ്റ മേഖലകളിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ, മന്ത്രി സണ്ണി ജോസഫിൻ്റെ അളിയൻ എന്ന വാർത്ത നൽകുന്നവർ ഇത്രയും കൂടി നൽകുവാൻ തയ്യാറാകണം. സണ്ണി ജോസഫിൻ്റെ അളിയനായി പോയതുകൊണ്ട് ഒരു കോൺഗ്രസിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകൻ, ഒരു നേതാവിന് ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരിക്കാൻ അനുവാദമില്ലേ എന്ന് ചോദിക്കേണ്ടി വരില്ലേ? ഈ പിണറായി സർക്കാർ നടത്തിയ ഈ പറയപ്പെടുന്ന ബന്ധുത്വ നിയമനം എവിടേക്കായിരുന്നു? ഒരു തവണ പോലും MLA ആകാത്ത, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച് പരാജയപ്പെട്ട മുഹമ്മദ് റിയാസിനെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിപ്പിച്ച് നിയമസഭയിലെത്തി. ആദ്യ തവണ അമുൽ ബേബി എന്നോ എന്താ പറയുക, ആദ്യമായിട്ടൊക്കെ ഒരു ക്ലാസ്സിൽ കയറി വരുന്ന കുട്ടിയെ എന്താ വിളിക്കുക എനിക്കറിയില്ല, അങ്ങനെ വന്ന ഒരാളെ സീനിയോറിറ്റി ഒരുപാടുള്ളവർ മാറി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ടൂറിസവും പൊതുമരാമത്തും അടക്കമുള്ള മന്ത്രിപദങ്ങൾ കൊണ്ടുവന്ന് മന്ത്രിയാക്കി ഇരുത്തിയതിൻ്റെ അത്രയും വരുമോ ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പോസ്റ്റ് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, ഈ ബന്ധുത്വ നിയമനം പ്രശ്നമാകേണ്ടുന്നത് എവിടെയാണ്? ഈ മേഖലയിൽ ഒരു പരിചയവുമില്ലാത്ത ഏത് പാർട്ടിയുടെ മന്ത്രിയാണോ ഇത്? CPMൻ്റെ ആകട്ടെ, സ്വതന്ത്ര പാർട്ടികളുടേതാകട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആകട്ടെ, ഈ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത, അതിനുവേണ്ടി ഒരു കൊടിയും പിടിക്കാത്ത, ഒരു പ്രവർത്തനവും ചെയ്യാത്ത ചില ആളുകളെ ബന്ധുക്കളാണ് എന്ന പേരിൽ നൂല് കെട്ടിയിറക്കി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി വെച്ച ചരിത്രം കേരളത്തിൽ പലപ്പോഴും പല മന്ത്രിമാരും ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ വെക്കുന്നത്? സിമ്പിളായ ഒരു ചോദ്യമാണ്. ഈസി അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. പരിണതപ്രജ്ഞനായ ആളുകളെ വേണ്ടേ വെക്കാൻ? ഇപ്പോൾ VD സതീശൻ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ വെച്ചപ്പോൾ അതിൽ മീഡിയ സെക്രട്ടറി ആക്കി വെച്ചത് ആരെയാണ്? റോയ് മാത്യു സാറിനെയാണ്. അതിനെടുത്ത മാധ്യമങ്ങൾ, ചില ഓൺലൈൻ മാധ്യമങ്ങൾ, മീഡിയ വൺ പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് എന്താണ്? മറുനാടൻ മലയാളിയുടെ എഡിറ്ററെ VD സതീശൻ സർക്കാർ മീഡിയ സെക്രട്ടറി ആക്കിയെന്ന്. മറുനാടൻ മലയാളിയുടെ എഡിറ്റർ എന്നുള്ളതാണോ റോയ് മാത്യു എന്ന് പറയുന്ന കേരളത്തിലെ എല്ലാ വിധത്തിലുള്ള പത്രപ്രവർത്തകരും ബഹുമാനിക്കുന്ന അച്ചായൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ യോഗ്യത? ആണ്? ഒരിക്കലും അല്ല. അദ്ദേഹം എത്രയോ കാലം മുൻനിര മാധ്യമങ്ങളിൽ, കേരള കൗമുദി അടക്കം, സൂര്യ TV അടക്കമുള്ള മുൻനിര മാധ്യമങ്ങളിൽ വാർത്താ വിഭാഗം മേധാവിയായി ഇരുന്ന് വാർത്തകളെ കൈകാര്യം ചെയ്ത് കൃത്യമായി ആഴത്തിൽ പഠനമുള്ള ഒരു എൻസൈക്ലോപീഡിയ ആയിരിക്കുന്നത്. അപ്പോൾ കേരള പൊളിറ്റിക്സിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ, അല്ലെങ്കിൽ വേൾഡ് പൊളിറ്റിക്സിൽ ഒരു എൻസൈക്ലോപീഡിയയായ പഠനമുള്ള, കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു പരിണതപ്രജ്ഞനായ ഒരു മനുഷ്യനെയാണ് VD സതീശൻ തൻ്റെ മീഡിയ സെക്രട്ടറിയാക്കി നിയമിച്ചത്. മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഫേസ്ബുക്കിൽ ഒരു ആശംസാ പോസ്റ്റ് ഇട്ടപ്പോൾ കുറച്ചു കാലം അദ്ദേഹം, 1-2 മാസം, അതെനിക്കറിയില്ല, അത്ര കാലാവധി എന്ന് എനിക്കറിയില്ല, കുറച്ചു കാലം അദ്ദേഹം മറുനാടൻ മലയാളിയുടെ ന്യൂസ് എഡിറ്റർ ആയിരുന്നു എന്ന് കൂട്ടിച്ചേർത്തതിനെ എടുത്ത് പിന്നീട് അദ്ദേഹം തന്നെ തിരുത്തുകയും ചെയ്തു കേട്ടോ. അത് ആ വാചകം ഷാജൻസ്കറിയ തൻ്റെ പോസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. റോയ് മാത്യു സാറ് മാധ്യമ സിൻഡിക്കേറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മാധ്യമ സിൻഡിക്കേറ്റിൽ നിന്ന് പിന്നെ അദ്ദേഹം വർക്ക് ചെയ്തത് നമ്മളോടൊപ്പം നേഷൻ ഫസ്റ്റിലാണ്.
നേഷൻ ഫസ്റ്റിൻ്റെ കൺസൾട്ടൻ്റ് എഡിറ്ററായിരുന്നു. നേഷൻ ഫസ്റ്റിൻ്റെ വെബ് വാർത്തകളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം അദ്ദേഹമാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളുടെയൊക്കെ സംശയങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ഒരു ഗുരുനാഥനായി, നമ്മുടെയൊക്കെ മാർഗനിർദ്ദേശിയായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് അവസാന 2 മാസക്കാലം. നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം മുഖ്യമന്ത്രി വിളിക്കുകയും അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയായി പോവുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടത് ഇദ്ദേഹം 2-3 മാസം മറുനാടൻ മലയാളി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് മാത്രമാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ മറ്റ് പത്രമാധ്യമങ്ങളിലെ എക്സ്പീരിയൻസ് ആരും കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഓരോ തരത്തിലും ഓരോ ആളുകളെ നിശ്ചയിക്കുമ്പോൾ അതാത് മന്ത്രിമാർക്ക് ഏറ്റവും സുഖകരമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളെ നിയമിക്കുക എന്നുള്ളതാണ്. ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനം കൂടി ഉള്ളതുകൊണ്ട്, മന്ത്രി കൂടി ആയതുകൊണ്ട് കൂടുതലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരിക്കും അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ടി വരിക. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൃത്യമായി ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ ബോധമുള്ള, രാഷ്ട്രബോധമുള്ള സ്റ്റാഫുകൾ ഉണ്ടാവുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അതും മണ്ഡലത്തിലുണ്ടാവണം. അതിന് ഏറ്റവും ആപ്റ്റായുള്ള ആൾ അവിടുത്തെ ഒരു തലമുതിർന്ന കോൺഗ്രസ് നേതാവാണ്, നല്ലൊരു സംഘാടകനാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവിന് ഈ പറയപ്പെടുന്ന പോസ്റ്റ് കൊടുത്തത്. ഇതിൽ പിന്നെ ഈ പറഞ്ഞ കംഫോർട്ട് എന്ന് പറഞ്ഞൊരു ഫാക്ടറും ഉണ്ട്. ഇപ്പോൾ അറിയുന്ന ആൾക്കാർ, നേരിട്ട് പരിചയമുള്ളവർ, ഇപ്പോൾ ഒരു യോഗ്യതയും ഇല്ലാതെ ഉള്ളവരെ എടുത്തിരുത്തുന്നതിലല്ല, ഇപ്പോൾ യോഗ്യതയുള്ളവരെ അറിയാം. ഇപ്പോൾ VD സതീശനെ റോയ് മാത്യു സാറിനെ നേരത്തെ അറിയാമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അറിയാം. അപ്പോൾ അത്രയും ആ കംഫോർട്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്യാൻ, അത്രയും വലിയൊരു ഓഫീസിൽ ആ ഒരു കംഫോർട്ടിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊരു കാര്യം പറയാം. ഇവിടെ പലപ്പോഴും ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നിപ്പോക്കിറ്റ്സ് അങ്ങനെ പറയാം, നിപ്പോക്കിറ്റ്സ് ഒരുപാടുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റായിരുന്നു UDFൻ്റേത് എന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു. ഇതിൽ പുതുപ്പള്ളി MLA ആയിട്ടുള്ള ചാണ്ടി ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ അവിചാരിതമായി വന്ന ഒരു തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കും. അദ്ദേഹത്തെ നിപ്പോക്കിഡായി വന്നു എന്ന് പറയാൻ കഴിയില്ല. കൃത്യമായി രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. മത്സരിച്ചതിന് ശേഷം അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചാണ്ടി ഉമ്മനായി തന്നെ മത്സരിക്കുക. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന അഡ്രസ്സ് മാറ്റി വെച്ചിട്ട് ചാണ്ടി ഉമ്മൻ MLA വീണ്ടും മത്സരിച്ചു. 50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തെ ജനം സ്വീകരിച്ചു എന്നുള്ളതാണ്. ചവറയിലേക്ക് വരും. ചവറയിൽ വിജയൻപിള്ള എന്ന് പറയുന്ന ചവറയുടെ MLA മരണപ്പെട്ടു പോയി. തിരഞ്ഞെടുപ്പിന് 6 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് മരണപ്പെടുന്നത്. അതുകൊണ്ട് മറ്റൊരു തിരഞ്ഞെടുപ്പ് വന്നില്ല. അടുത്ത തിരഞ്ഞെടുപ്പ് 2021 തിരഞ്ഞെടുപ്പിൽ വിജയൻപിള്ളയുടെ മകൻ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി. 5 വർഷക്കാലങ്ങൾ സുജിത്ത് വിജയൻപിള്ള ചവറയുടെ MLA ആയി. അച്ഛൻ മരിച്ച സഹതാവും ജാതീയമായ കൺസിഡറേഷനും ഒക്കെ കൊണ്ടാണ് അദ്ദേഹത്തിനോട് ജയിക്കാൻ സാധിച്ചത്. 5 വർഷങ്ങൾക്ക് ഇപ്പുറം ജനം അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ജനം തന്നെ പറഞ്ഞു വേണ്ട, അത് ആശ്രിത നിയമനമായിരുന്നു എന്ന് അതിനെ നമുക്ക് വിളിക്കേണ്ടി വരും. തൃക്കാക്കരയിൽ PG തോമസിൻ്റെ ഭാര്യ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിച്ചു. 2.5 വർഷക്കാലം MLA ആയിരുന്നു. ഇത്തവണ വീണ്ടും മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ട് അവർ വീണ്ടും ജയിക്കുന്നു. അപ്പോൾ അതിനെ ആശ്രിത നിയമനം എന്ന് വിളിക്കാൻ പറ്റുമോ? ആദ്യം ഉണ്ടായിരുന്നത് മരണത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സിൽ കിട്ടിയ വോട്ട് ആണെങ്കിൽ ഇപ്പോൾ കിട്ടിയതല്ല. PG തോമസ് ഒരു ചർച്ചയായിരുന്നില്ല തൃക്കാക്കരയിൽ, രാഷ്ട്രീയം മാത്രമാണ് ചർച്ചയായത്. ഇത്തരത്തിൽ എത്രയോ മണ്ഡലങ്ങളിൽ ഇത് സംഭവിക്കുന്നു. അച്ഛൻ ജീവിച്ചിരിക്കെ തന്നെ മകന് സീറ്റ് കൊടുത്ത എത്രയോ നേതാക്കന്മാരുണ്ട്. അച്ഛൻ മത്സരിക്കുമ്പോൾ തന്നെ മകനും സീറ്റ് വാങ്ങി കൊടുത്തതാണ് ഗണേശൻ്റെ സീറ്റ്. തൊടുപുഴയിൽ PJ ജോസഫ് അനാരോഗ്യം കൊണ്ട് മാറി നിൽക്കുമ്പോൾ അവിടെ മത്സരിക്കാൻ വന്നത് അപ്പു ജോസഫാണ്. തൊടുപുഴയുടെ MLA ആയതാണ്. ഇത് ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഒക്കെ സംഭവിക്കുന്ന ഒന്നാണ്. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി നൂലിൽ കെട്ടിയിടക്കുന്ന ആളുകൾ, ഒരു യോഗ്യതയും ഇല്ലാത്ത ആളുകൾ വരികയാണെങ്കിൽ ഈ വാർത്ത ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ വലിയ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത് സണ്ണി ജോസഫിൻ്റെ അളിയൻ എന്നതിലുപരി ഒരു മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനും ജനകീയനുമായ ഒരു കോൺഗ്രസ്സുകാരനാണ് ഈ പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.